ഞാൻ എതിർക്കുന്ന NSSനെയാണെന്നുള്ളത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം ചോദിക്കേണ്ടത് താങ്കളോട്. താങ്കൾ ജി സുകുമാരൻ നായരുമായിട്ട് വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? എനിക്ക് സുകുമാരൻ നായരുമായിട്ട് യാതൊരു വ്യക്തിപരമായ പ്രശ്നമില്ല. മൂത്രപ്പുരയില്ലാത്ത ഒരു സ്കൂളിൽ മൂത്രപ്പുര കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ ആ സ്കൂളിലെ അധ്യാപികമാർ അവിടെ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സുകുമാരൻ നായരെ കാണാൻ ചെന്ന് പറഞ്ഞു, ടോയ്ലറ്റ് സൗകര്യം ഇല്ല, ഇന്ന MPയുടെ അല്ലെങ്കിൽ ഇന്ന MLAയുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങളിത് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരുത്തൻ്റെയും ഫണ്ടൊന്നും ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല, ടോയ്ലറ്റിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കാൻ പറഞ്ഞു. എന്ത് ധിക്കാരാണിത്? അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്നത് NSS ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം നായർ സമുദായത്തിനൊന്നും ചെയ്തിട്ടില്ലേ? സുകുമാരൻ നായരുടെ ഒരു സംഭാവന പറയും നായർ സർവീസ് സൊസൈറ്റിക്ക് ചെയ്തത്. അങ്ങനെയാണ് പരസ്യമായിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളിക്കുകയല്ല, ഈ എക്സ്പ്രസിൻ്റെ കാര്യത്തിൽ നടന്ന അഴിമതി എവിടെ പോയി 25 ലക്ഷം? ഇത് ഓഡിറ്റിൽ ഉണ്ടാവില്ലേ? ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ചോദിക്കേണ്ടത്. ചാരായം കടത്ത് പോലെ അനധികൃതമായൊരു മണൽ കടത്ത് നടത്തിയതിന് ശിക്ഷ ഏറ്റുവാങ്ങിച്ചു. ശിക്ഷ ആരോപണമല്ല, ശിക്ഷയാണ്. NSS ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാണ് ആ രേഖകൾ കിടക്കുന്നത്. ഈ മണൽ കടത്തിയതും എഗ്രിമെൻ്റ് വെച്ചതും താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് NSSൻ്റെ വൈസ് പ്രസിഡന്റ് പറയുന്നത്. നമസ്കാരം. നമസ്കാരം. എനിക്ക് താങ്കളോട് കുറേ ദിവസങ്ങളായിട്ട് ഒരു ചോദ്യം മനസ്സിൽ കിടക്കുകയാണ്. അത് ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. താങ്കൾ എന്തിനാണ് NSSനെ എതിർക്കുന്നത്? പല സമയത്തും പല ചാനലിലും കണ്ടിട്ടുണ്ട് താങ്കൾ NSSനെ എതിർക്കുന്നത്. അത് എന്തിനാണെന്നൊന്ന് പറയാൻ പറ്റും? ഈ ചോദ്യം തന്നെ തെറ്റാണ്. കാരണം ഞാൻ ഒരിക്കലും NSSനെ എതിർത്തിട്ടില്ല. ഞാൻ 1977 എൻ്റെ 23ാമത്തെ വയസ്സിൽ NSS പ്രതിനിധിസഭ അംഗമായിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ നായർ സർവീസ് സൊസൈറ്റിയും സ്നേഹിക്കുന്ന ഒരാളാണ്. ഇന്നും ഞാൻ NSSൻ്റെ കരയോഗം പ്രവർത്തകനാണ്. NSSൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ഒരാളാണ്. ഞാൻ എതിർക്കുന്ന NSSനെയാണെന്നുള്ളത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ എതിർക്കുന്നത് നായർ സർവീസ് സൊസൈറ്റിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന, നാശോന്മുഖമാക്കിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ നേതാവ്, അതിൻ്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ശ്രീ ജി സുകുമാരൻ നായരെയാണ്. അദ്ദേഹത്തെ ഞാൻ എതിർക്കുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ്. 1, അദ്ദേഹത്തിൻ്റെ അഴിമതി. 2, അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥത. 3, അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതം. 4, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം. ഈ 4 കാര്യങ്ങളിലാണ് സുകുമാരൻ നായരെ എതിർക്കുന്നത്. അല്ല, സുകുമാരൻ നായർ ഞാനായിട്ട് എന്താ വസ്തുതർക്കമുണ്ടോ? ഞാൻ ഇന്ന് വരെ ഒരു കാര്യം സാധിക്കാൻ സുകുമാരൻ നായരുടെ അടുത്ത് പോയിട്ടില്ല. എൻ്റെ ഒരു ബന്ധുവിന് നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു സ്ഥാപനത്തിലും ജോലിയില്ല. ഞാൻ NSSൻ്റെ പ്രതിനിധിസഭ മെമ്പറായിട്ടിരുന്ന ഒരാളാണ്. അത് പിന്നെ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ പോലെ നായർ സമുദായത്തിന് അഭിമാനിക്കാൻ കഴിയുന്നുള്ള ജനറൽ സെക്രട്ടറി, നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്ന സമയത്താണ് ഞാൻ പോയത്. എൻ്റെ വ്യക്തിപരമായി ഒരു കാര്യത്തിനായിട്ട് ഞാൻ പോയിട്ടില്ല. എൻ്റെ ബന്ധുക്കളാരും നായർ സർവീസ് സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്നുമില്ല. അപ്പം ഞാൻ എതിർക്കുന്നത് ഇന്ന് നായർ സർവീസ് സൊസൈറ്റിയെ പരിപൂർണമായി തകർച്ചയിലേക്ക് സുകുമാരൻ നായർ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. സുകുമാരൻ നായർ അല്ലാതെ ഞാൻ വേറെ ആരെയും എതിർക്കുന്നില്ലല്ലോ. NSS പ്രസിഡൻറ്റിനെ ഞാൻ എതിർക്കുന്നു, NSS വൈസ് പ്രസിഡൻറ്റിനെ ഞാൻ എതിർക്കുന്നു, NSS ട്രഷററെ ഞാൻ എതിർക്കുന്നു. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സുകുമാരൻ നായരെയാണ്. സുകുമാരൻ നായരെ പിന്താങ്ങുന്ന ഇവരെ ഞാൻ എതിർക്കുന്നത് ഇങ്ങനെ ഒരാളെ ആ കസേരയിൽ ഇരുത്തുന്നത് ഈ സമുദായത്തിനെ തകർത്ത് കളയും എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ താങ്കൾ നോക്കൂ, ഞാൻ ഏത് NSS നേതാവിനെയാണ് എതിർത്തിട്ടുള്ളത്? ഞാൻ സുകുമാരൻ നായർ ഒഴിച്ച് ഒരു NSS നേതാവിനെ എതിർത്തിട്ടില്ല. ഒരിക്കലും നായർ സർവീസ് സൊസൈറ്റിയെ ഞാൻ എതിർത്തു എന്ന് പറഞ്ഞ താങ്കളുടെ അഭിപ്രായം ശരിക്കും പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എന്നെ വേദനിപ്പിച്ചു. താങ്കൾ തെറ്റാണ് പറഞ്ഞത്. ഞാൻ നായർ സർവീസ് സൊസൈറ്റിയെ എതിർത്തിട്ടില്ല. സുകുമാരൻ നായർ എതിർത്തിട്ടുണ്ട്, എതിർത്തുകൊണ്ടിരിക്കുകയാണ്, നാളെയും എതിർക്കും. എന്ന് അദ്ദേഹം ആ കസേരയിൽ നിന്ന് ഒഴിയുന്നു, അല്ലെങ്കിൽ എന്ന് അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ധൈര്യമുള്ള ഒരു ആൾ കഴിയുന്ന ഒരു പിന്നെ പ്രതിനിധി സഭ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡ് അവിടെ വരുന്നു, അതുവരെ സുകുമാരൻ നായരെ എതിർക്കും. നാളെ നല്ലൊരു ജനറൽ സെക്രട്ടറി വരട്ടെ, 100% ഞാൻ ജനറൽ സെക്രട്ടറിയെ സപ്പോർട്ട് ചെയ്യാൻ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അഴിമതിക്കാരനായ ഈ മനുഷ്യനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞ വേറൊരു കാര്യം ചോദിക്കുകയാണ് താങ്കളോട്. താങ്കൾ ജി സുകുമാരൻ നായരായിട്ട് വ്യക്തിപരമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? എനിക്ക് സുകുമാരൻ നായരുമായിട്ട് യാതൊരു വ്യക്തിപരമായ പ്രശ്നമില്ല. പറയൂ, എന്ത് പ്രശ്നമാണ്? എനിക്ക് സുകുമാരൻ നായരുമായിട്ട് എന്ത് പ്രശ്നമാണ്? ഞാൻ സുകുമാരൻ നായരെ കൊണ്ട് എന്തെങ്കിലും സാധിക്കാൻ പോകുന്നെങ്കിലല്ലേ സുകുമാരൻ നായരെ കൊണ്ട് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ഞാൻ NSS കോളേജ് ജോലി ചെയ്ത ആളല്ല. ഞാൻ TN രവീന്ദ്രനാഥക്കുറുപ്പ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ആയിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ കോളേജിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടെയാണ് ജോലി തുടങ്ങിയത്. റിട്ടയർ ചെയ്തതും അവിടെ നിന്ന് തന്നെയാണ്. പിന്നെ നരേന്ദ്രനാഥൻ നായർ NSSൻ്റെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ NSSൻ്റെ കോന്നി NSS കോളേജിൽ പ്രിൻസിപ്പലായിട്ട് വന്നു.
അത് കഴിയുമ്പോഴത്തേക്ക് കെ എം മാണി സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമനം കിട്ടിപ്പോയി. ഞാൻ എൻ്റെ സർവീസൊന്നും നായർ സർവീസ് സൊസൈറ്റിയിലല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു നായർ സമുദായ അംഗമെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു സമുദായ സ്നേഹി എന്ന് തന്നെ പറഞ്ഞോളൂ, ആ നിലയിൽ ഈ സമുദായത്തിൻ്റെ അധപതനത്തെ ഞാൻ എതിർക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ സുകുമാരൻ നായരെ എതിർക്കുന്നതിൻ്റെ കാരണങ്ങൾ സമുദായത്തെ ബോധ്യപ്പെടുത്താൻ താങ്കൾ ഉത്തരവാദിയല്ലേ? തീർച്ചയായിട്ടും ആണല്ലോ. ഞാൻ എന്തിനാ സുകുമാരൻ നായരെ എതിർക്കുന്ന 4 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. സുകുമാരൻ നായരുടെ കെടുകാര്യസ്ഥ പറഞ്ഞാൽ 8000 ഏക്കർ തോട്ടമാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളത്. നായർ സൊസൈറ്റിയുടെ ബജറ്റ് ഒന്ന് വായിച്ചു നോക്കൂ. എത്ര ദുർബലമായൊരു ബജറ്റാണ് നായർ സർവീസ് സൊസൈറ്റിക്കുള്ളത്. ഞാൻ ഈ തോട്ടങ്ങളിലെല്ലാം പോയിട്ടുള്ള ആളാണ്. NSSൻ്റെ പുനഃസഭാ അംഗം എന്നുള്ള നിലയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ NSSൻ്റെ പുനഃസഭയിൽ ഇരിക്കുമ്പോൾ, പത്തനംതിട്ട താലൂക്ക് യൂണിയൻ കമ്മിറ്റിയിൽ മെമ്പറായിരിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടാണ് പറഞ്ഞത് നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് കമ്മിറ്റിയിൽ അംഗമാണ്, NSS പുനഃസഭാ അംഗമാണെന്ന്. അന്ന് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ് NSS ജനറൽ സെക്രട്ടറി. ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്. പക്ഷേ എനിക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുമായിരുന്നു ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തകനാണ്. ഇന്ന് എത്ര പേർക്ക്, ഇതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് എത്ര പേർക്ക് പറയും എൻ്റെ നേതാവ് സുകുമാരൻ നായരാണ്, സുകുമാരൻ നായരാണ് എൻ്റെ നേതാവ് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ മുന്നു വരും? ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ എൻ്റെ നേതാവ്. അന്നും എൻ്റെ നേതാവ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള തന്നെയായിരുന്നു. ഇന്നും ഞാൻ അദ്ദേഹം അന്തരിച്ചു പോയെങ്കിലും ബഹുമാനത്തോട് ഓർക്കുന്ന ഒരാളാണ്. എനിക്ക് പറയാൻ മടിയില്ല. മക്കപ്പുഴ വാസുദേവൻപിള്ള സാറ് NSSൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ആൾ, ദേവസ്വം ബോർഡ് മെമ്പറായിട്ടിരുന്ന മക്കപ്പുഴ വാസുദേവൻപിള്ള സാറ് പത്തനംതിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് ഞാൻ അതിനകത്ത് മെമ്പറായത്. അദ്ദേഹം എൻ്റെ നേതാവായിരുന്നു. എനിക്കൊരു അപമാനമില്ല, എനിക്ക് അഭിമാനമാണുള്ളത് അവരൊക്കെ പറയാൻ. അപ്പോൾ സുകുമാരൻ നായരെ ഞാൻ എതിർക്കുന്ന ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ്. തോട്ടങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി, നാമാവിശേഷമായി. അവിടെ മുഴുവൻ കൊള്ളയാണ് നടക്കുന്നത്. പകൽ കൊള്ളയാണ് NSSൻ്റെ തോട്ടങ്ങളിൽ നടക്കുന്നത്. 2, താങ്കൾ കേരളത്തിൽ താമസിക്കുന്ന ഒരാളല്ലേ, താങ്കൾ NSSൻ്റെ കോളേജുകളൊന്ന് കാണും. എത്ര മനോഹരമായ ലൊക്കേഷനിലാണ് കോളേജ് നിൽക്കുന്നത്. ട്രിവാൻഡ്രത്തും തുടങ്ങിക്കോളൂ. ട്രിവാൻഡ്രം MG കോളേജ്, അല്ല കരമന NSS കോളേജ്, നേരെ പന്തളം NSS കോളേജ്, ചങ്ങനാശ്ശേരി ചെന്നാൽ ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ്. ഇതൊക്കെ ഒന്ന് കാണും. എത്ര മനോഹരമായ കെട്ടിടങ്ങളാണ് മന്നത്ത് പത്മനാഭൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇന്ന് താങ്കൾ തിരുവനന്തപുരത്ത് MG കോളേജ് താങ്കളൊന്ന് പോയി കാണണം. അതിന് ശേഷം 30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ മതി, ഓട്ടോയിൽ പോകാനാണെങ്കിൽ. കാറിൽ പോകാനാണെങ്കിൽ സ്വന്തം കാറിൽ തന്നെ പോകാം. നേരെ പോയി മാറിവാനിയസ് കോളേജ് ഒന്ന് കാണൂ, എങ്ങനെ കിടക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ കോമ്പൗണ്ട് കിടക്കുന്നത്. അത്ഭുതം എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, മാറിവാനിയസ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. അവരഴിമതിക്കാരല്ല. ഇനി അഴിമതി നടന്നെങ്കിൽ പോലും അത് പുറത്തറിയുന്നില്ല, അതല്ലെങ്കിൽ അത് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല. അവിടെ ഡൊണേഷൻ വാങ്ങിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മാറിവാനിയസ് കോളേജ് സുദീർഘമായ രീതിയിൽ ഭംഗിയായിട്ട് നടക്കുന്ന കോളേജാണെന്ന് എനിക്കറിയാം. അവിടെ എഞ്ചിനീയറിംഗ് കോളേജ്, CBSE സിലബസിലുള്ള സ്കൂളുകൾ, എന്ത് സൗകര്യം. അതൊരു എഡ്യൂക്കേഷൻ ഒരു വിദ്യാനഗറായിട്ട് അത് മാറി. അപ്പുറത്ത് അനാഥമായിട്ട് കിടക്കല്ലേ, നശിച്ച നായർ തറവാളെ പോലെ കിടക്കല്ലേ MG കോളേജ്. പന്തളം കോളേജ് പോയി നോക്കൂ, അതും ആ സ്ഥിതിയിലല്ലേ. തൊട്ടടുത്ത് കിടക്കുന്ന NSS ഹിന്ദു കോളേജ് ചങ്ങനാശ്ശേരിയിൽ, അത് ആ സൊസൈറ്റി, നമ്മുടെ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിനോട് ചേർന്ന ഒരു കെട്ടിടമായതുകൊണ്ട് അത് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്ന് മാത്രം. ഞാനൊരു കാര്യം പറയാൻ, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പലയിടത്തും, ചില സ്ഥലങ്ങളിലെ ഒരു കരയോഗക്കാർ വന്നൊരിക്കൽ വളരെ ദുഃഖത്തോടെ പറഞ്ഞത്, ഈ MP മാരുടെയും അതുപോലെ തന്നെ MLA മാരുടെയും ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഫണ്ടിനായിട്ട് കൊടുക്കുന്ന പണം ഉപയോഗിച്ച് മൂത്രപ്പുരയില്ലാത്ത ഒരു സ്കൂളിൽ മൂത്രപ്പുര കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ, ആ സ്കൂളിലെ അധ്യാപികമാർ അവിടെ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സുകുമാരൻ നായരെ കാണാൻ ചെന്ന് പറഞ്ഞു, ടോയ്ലറ്റ് സൗകര്യം ഇല്ല, ഇന്ന MP അല്ലെങ്കിൽ ഇന്ന MLA ഫണ്ടിൽ നിന്ന് ഞങ്ങളിത് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരുത്തൻ്റെയും ഫണ്ടൊന്നും ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല, ടോയ്ലറ്റിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കാൻ പറഞ്ഞു. എന്ത് ധിക്കാരാണിത്? ഇയാളെ താങ്കി വണങ്ങി നിൽക്കുന്ന എങ്ങനെ പറ്റുമെന്ന് പറയൂ, താങ്കളൊന്ന് പറയൂ. NSSൻ്റെ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. 4 നഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു, 4 നഴ്സിംഗ് കോളേജും പൂട്ടി. BSc നഴ്സിങ്ങിന് പഠിക്കാൻ നായർ പെൺകുട്ടികൾ ഇന്ന് പോകുന്ന മറ്റ് സ്റ്റേറ്റുകളിലാണ്. നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞാൽ അറിയാമല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡാണ് നഴ്സസിന്. 4 നഴ്സിംഗ് കോളേജും പൂട്ടി. 12 ബാലഭവനുണ്ടായിരുന്നു. ഈ ബാലഭവൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ധാരാളം എയ്ഡ് കിട്ടുന്നതാണ്. ഈ സമുദായത്തിലെ അനാഥരായ കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ എടുത്ത് വളർത്തി ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ബാലഭവനുകൾ. ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ അനാഥ മന്ദിരങ്ങൾ എന്ന് പറയുന്നിടത്തൊക്കെ കുഞ്ഞുങ്ങളെയാണ് അവർ വളർത്തിയെടുക്കുന്നത്. എത്ര ഭംഗിയായിട്ട് അവരത് ചെയ്യുന്നു. ഓൾഡ് ഏജ് ഹോംസ് 6 ഉണ്ടായിരുന്നു നായർ സർവീസ് സൊസൈറ്റിക്ക്. ഇന്ന് ഏറ്റവും അധികം ഡിമാൻഡുള്ളത് ഓൾഡ് ഏജ് ഹോമിനല്ലേ. സ്പാൻ ഓഫ് ലൈഫ് കൂടുകയും ന്യൂക്ലിയർ ഫാമിലി ആകുകയും ചെയ്തപ്പോൾ
ഓൾഡ് ഏജ് ഹോമിന് വലിയ ഡിമാൻഡാണ്. നല്ല നിലവാരമുള്ള ഓൾഡ് ഏജ് ഹോം നടത്താം, ഒപ്പം പാവപ്പെട്ടവർക്ക് സൗകര്യം കൊടുക്കാനൊക്കുന്ന ഓൾഡ് ഏജ് ഹോമുകൾ നടത്താം. പണമുള്ളവൻ്റെ നിന്ന് വാങ്ങിക്കുന്ന പണത്തിൻ്റെ ഒരു ചെറിയ ശതമാനം ഉപയോഗിച്ചാൽ ഈ പ്രായമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രായമായ നായന്മാരെ കൊണ്ട് കുറേ പേരെ അവിടെ താമസിപ്പിക്കാം, അവർക്ക് ആഹാരം കൊടുക്കാം, മരുന്ന് കൊടുക്കാം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം മനസാക്ഷി വേണം. തൻ്റെ സമുദായം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു വീക്ഷണം വേണം. അതില്ലാത്തത് കൊണ്ടാണ് സുകുമാരൻ നായരുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്നത് NSS ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം നായർ സമുദായത്തിനൊന്നും ചെയ്തിട്ടില്ലേ? സുകുമാരൻ നായരുടെ ഒരു സംഭാവന പറയും നായർ സർവീസ് സൊസൈറ്റിക്ക് ചെയ്തത്. അവിടെ മന്നത്ത് പത്മനാഭനാണ് ഇതിന് അടിത്തറ പാകിയത്, ഉറച്ച അടിത്തറയാണ് അദ്ദേഹം പാകിയത്. പിന്നീട് വന്നത് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സ്വകാര്യ കോളേജുകൾ അനുവദിക്കുന്നില്ലായിരുന്നു. കാര്യമായിട്ടൊന്നും ചെയ്യാൻ അന്ന് വിദ്യാഭ്യാസ രംഗത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മളുടെ എസ്റ്റേറ്റുകളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് ആ കാലഘട്ടത്തിൽ NSSൽ ഒരു ജനാധിപത്യം ഉണ്ടായിരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്ന് തിരുവായിക്ക് എതിർവായി ഇല്ല. അതായത് അന്ന് 3 ദിവസമായിരുന്നു ബജറ്റ് മീറ്റിംഗ്. ബജറ്റിൻ്റെ ഓരോ പോർഷൻ എടുത്ത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. ചർച്ചകൾക്കെല്ലാം അവസാനം ജനറൽ സെക്രട്ടറിയുടെ വളരെ ഒരു ഗംഭീരമായ മറുപടി പ്രസംഗമുണ്ട്. ഞങ്ങൾ ചോദിച്ച സംശയങ്ങൾക്ക്, ഞങ്ങളുടെ വിമർശനങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ട് മറുപടി. ആ മറുപടി കൈയടിച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. വ്യക്തിപരമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, എൻ്റെ നേതാവാണ് അവിടെ ഇരിക്കുന്നത്, എൻ്റെ നേതാവാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് സത്യസന്ധമാണ്, എനിക്കത് മനസ്സിലാവുന്നു. അതിനാണ് ഞാൻ ഈ കൈയടിക്കുന്നത്, ചുമ്മാ അല്ല കൈയടിക്കുന്നത്. ഞാനല്ല ഇരിക്കുന്ന പ്രതികളുടെ കാര്യമാണ് ഈ പറയുന്നത്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം. ആ കാലഘട്ടം അവസാനിക്കുകയാണ്. അത് നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ ചെയ്യാം, എവിടെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യം. താങ്കൾ ചോദിച്ച സുകുമാരൻ നായരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ്. സുകുമാരൻ നായർ കോൺട്രിബ്യൂഷൻ നടത്തിയത് പത്മ കഫേയാണ്. കുറച്ച് ചായക്കടകളുണ്ടാക്കി. അത് ഞാൻ കുറച്ചൊന്നും കാണുന്നില്ല, ചായക്കട മോശമാണെന്ന് പറയാനൊക്കത്തില്ലല്ലോ. സുകുമാരൻ നായരെ പോലുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ വീക്ഷണമായിരുന്നു എങ്കിൽ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്കോ മന്നത്ത് പത്മനാഭനോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിന് പകരമായിട്ട് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഒരു ചായക്കട വരുമായിരുന്നു. ചായക്കടയാണ് വരേണ്ടത്. പത്മ കോഫി തുടങ്ങിയാൽ ഞാൻ ഇതിലല്ല. പത്മ കോഫിയിൽ നല്ല ഒന്നാം തരം ഫുഡാണ് കിട്ടുന്നത്. എനിക്ക് അതിൻ്റെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ മന്നത്ത് പത്മനാഭനും അതുപോലെ തന്നെ അദ്ദേഹം കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയൊക്കെ വിഭാവന ചെയ്ത ഒരു NSS യൂണിവേഴ്സിറ്റിയാണ്. ഇന്ന് ITU അല്ലേ, ആയിരക്കണക്കിന് ഏക്കർ NSSനുണ്ട്. എന്തുകൊണ്ടൊരു IT പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല? നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകൾ എന്തുകൊണ്ട് ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നില്ല? അതിനുള്ള ഫണ്ടുണ്ടോ NSSന്? പിന്നെ ഫണ്ടില്ലെങ്കിൽ പിന്നെ എന്താണ്? NSSനെ പോലെ സമ്പന്നമായ ഒരു സമുദായ സംഘടന കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇല്ല. പക്ഷേ ആ ഫണ്ടെല്ലാം അവിടെ എത്തുന്നുണ്ടോ, ആ ഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. ഫണ്ടുണ്ട്, പക്ഷേ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം സുകുമാരൻ നായരുടെ കാലഘട്ടത്തിലുണ്ടായത് പത്മ കഫേ എന്ന് പറഞ്ഞ ചില ഹോട്ടലുകൾ അവിടെയും ഇവിടെയും വന്നു കുറച്ച് ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനെയല്ല എതിർക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഹോട്ടലുകളല്ല, ഹോട്ടലുകളുടെ കുറവല്ല കേരളത്തിലുള്ളത്. ഇന്ന് IT യുഗത്തിൽ ആവശ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ചും ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ചും ഒക്കെ ഗൗരവമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് IT യുഗത്തിലേക്ക് പോയി. നമുക്ക് ടെക്നോ പാർക്കിനെ കുറിച്ച് ആലോചിക്കണം, പുതിയ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അങ്ങ് ആദ്യം പറഞ്ഞത് കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ്, രണ്ടാമത് അഴിമതിയെക്കുറിച്ചാണ്. ഈ G. സുകുമാരൻ നായർ എന്ത് അഴിമതിയാണ് കാണിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ തെളിവുണ്ടോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.